ടുനെറ്റ് ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം. ബംഗാൾ ഉൾക്കടലിൽ നവംബർ 23 ശനിയാഴ്ചയോടെ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം. ഇതിനു മുന്നോടിയായി തെക്കൻ ആൻഡമാൻ കടലിൽ വ്യാഴാഴ്ചയോടെ ചക്രവാതച്ചുഴി രൂപപ്പെടും. ഈ ചക്രവാതച്ചുഴി ശക്തിപ്രാപിച്ച് ശനിയാഴ്ചയോടെ ന്യൂനമർദ്ദമായും തുടർന്നുള്ള ദിവസങ്ങളിൽ വീണ്ടും ശക്തിപ്രാപിച്ച് തീവ്ര ന്യൂനമർദ്ദമായും മാറിയേക്കും. ശേഷം തമിഴ്നാട്, ശ്രീലങ്ക തീരത്തേക്ക് നീങ്ങാൻ സാധ്യതയുണ്ടെന്നാണ് പ്രാഥമിക സൂചന. ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താൽ കേരളത്തിൽ ഉൾപ്പെടെ മഴ വീണ്ടും ശക്തിപ്പെട്ടേക്കും. അതേസമയം ന്യൂനമർദ്ദത്തിന്റെ സഞ്ചാരപാതക്കും വേഗത്തിനും അനുസരിച്ചായിരിക്കും സംസ്ഥാനത്തെ മഴലഭ്യത. നിലവിൽ ദുർബലമായിരിക്കുന്ന മഴ 26-ന് ശേഷം കുറച്ചു ദിവസത്തേക്ക് സജീവമാകാൻ സാധ്യതയുണ്ട്. സംസ്ഥാനത്ത് ഇന്ന് ഒരു ജില്ലയിലും ശക്തമായ മഴയ്ക്കുള്ള സാധ്യത കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം പ്രവചിക്കുന്നില്ല. അതിനാൽ തന്നെ എല്ലാ ജില്ലയിലും ഇന്ന് ഗ്രീൻ അലർട്ടാണ് നൽകിയിരിക്കുന്നത്. കേരളം, കർണാടക തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്നും ലക്ഷദ്വീപ് തീരത്ത് മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിക്കുന്നു. കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.